വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വേനൽക്കാലത്ത് കുടിക്കാനുള്ള നല്ലൊരു ഡ്രിങ്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മെയിനായിട്ട് വേണ്ടിയ നെല്ലിക്ക, ഞാനൊരു 25 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം, അത് എരിയുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ഇഞ്ചി, ഇത്ര ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ തൈര് കലക്കി വെണ്ണ മാറ്റിയ മോര്, അത് നമുക്ക്. പിന്നെ കറിവേപ്പില, ഇതിത്ര. ഇനി നമുക്ക് നെല്ലിക്കായുടെ ജ്യൂസ് എടുക്കണം. നെല്ലിക്ക ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർന്ന് ജ്യൂസ് എടുക്കണം. ഞാൻ നെല്ലിക്ക എല്ലാം കുരു കളഞ്ഞു. ഇനി നമ്മൾ ജ്യൂസറിലേക്ക് ഇടും. നെല്ലിക്കയും പച്ചമുളകും കൂടെ നമ്മൾ ജ്യൂസറിലേക്കിട്ട് ജ്യൂസ് എടുക്കണം. ഇഞ്ചിയും ഇടണം. ഈ ഇഞ്ചിയും ഇട്ടുക. ജ്യൂസറി വേണമെന്നില്ല, നമ്മൾ മിക്സിയുടെ ജ്യൂസറുണ്ടല്ലോ അതിലിട്ടാലും മതി. നമ്മളുടെ നെല്ലിക്ക ജ്യൂസ് റെഡിയായി. 25 നെല്ലിക്ക എടുത്ത് ഇത്രയും ജ്യൂസ് കിട്ടി. നമ്മൾ മിക്സിയിലാണ് ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും വെള്ളമില്ലാതുള്ള ജ്യൂസായത്. ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഇത്രയും കൂടോ അതിൽ കൂടുതലോ കലക്കിയ മോരൊഴിക്കാം. എന്നുവെച്ചാൽ നെല്ലിക്ക തന്നെ ആവുമ്പോൾ ഒരു കവർപ്പ് വരും. ഇനി നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ അന്നേരം ഇടുന്ന നല്ല. പക്ഷേ ഇത് ഞാൻ മോരിനകത്ത് കറിവേപ്പില ഒരു 2-3 മണിക്കൂർ ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ആ കറിവേപ്പില അങ്ങ് എടുത്ത് കളയാം, അല്ലെങ്കിൽ അളിയില്ലേ. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിന് പാകത്തിന് ഉപ്പും കൂടി ഇടണം. എന്നിട്ട് നമ്മൾ ഈ മോരിനകത്തേക്ക് തിരിച്ചൊഴിക്കുക ഈ നെല്ലിക്ക ജ്യൂസും. 2-3 നമ്മൾ ഇളക്കണം. കറിവേപ്പില നേരത്തെ ഇട്ടിരുന്ന ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല. കറിവേപ്പിലയുടെ മണം തന്നെ ഉണ്ട് മോരിന്. ഇപ്പം നല്ല ഉപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ടാൽ ഇങ്ങനെ കുടിക്കാം. പക്ഷെ അതിൽ നല്ല കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നതല്ലേ. ഇതേമാതിരി ഒരു ചെമ്പിൻ്റെ പാത്രങ്ങളോ ജഗ്ഗോ വല്ലോ മേടിച്ച് വെക്കണം. അപ്പോൾ അത് ഈ വെള്ളം തിളപ്പിച്ചൊഴിച്ചൊരു 4 മണിക്കൂർ ഇരുന്നാൽ എല്ലാ അണുക്കളും മരിച്ചു പോകുന്നതാണ് പറയുന്നത്. ചിലപ്പോൾ അത് നല്ലതാണ്. ഇതിങ്ങനെ കുടിച്ചാൽ ഒരസുഖവും വരത്തില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.